നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് രമേശ് നമ്പൂതിരിയുടെ അടുത്താണ്. പുള്ളി നമ്മൾ വെള്ളത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നമ്മൾ എങ്ങനെയുള്ള വെള്ളങ്ങളാണ് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലാണ്. അപ്പം രമേശ് നമ്പൂതിരി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. സ്വാഗതം ഞങ്ങളുടെ വീഡിയോയിലേക്ക്. നമസ്കാരം. ഓക്കെ. രമേശ് നമ്പൂതിരിയെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡക്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ, എന്താണ് അനുഭവങ്ങളൊക്കെ? ഞാൻ ഡിഗ്രിക്ക് കെമിസ്ട്രി ആയിരുന്നു പഠിച്ചത്. അതിനുശേഷം കമ്പ്യൂട്ടർ PG ഡിപ്ലോമ എടുത്തു. അതിനുശേഷം ബാംഗ്ലൂരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കെമിസ്റ്റായിട്ട് ഒരു വർഷം വർക്ക് ചെയ്തു. ശരിക്കും അവിടെയാണ് ഒരു മിനറൽസിൻ്റെ, അതായത് വെള്ളത്തിൻ്റെ ആയാലും മറ്റുള്ള മെറ്റീരിയൽസിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻ എങ്ങനെ നല്ല ഗ്രാഹ്യമുണ്ടല്ലോ. വ്യത്യസ്തമായ റോ മെറ്റീരിയൽസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബേസിക്കലി ഒരു ബാറ്ററി കമ്പനി ആയിരുന്നെങ്കിലും ഇവിടെ വെള്ളവും ആസിഡ് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം ചെക്ക് ചെയ്യാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടുക. പിന്നീടാണ് വിദേശത്തേക്കുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഗൾഫിൽ വന്നത് എത്ര നാളാണ്? 22 വർഷമായി. 22 വർഷമായി. അപ്പോൾ ഭയങ്കര കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പം വെള്ളത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എന്നെക്കാളും കൂടുതൽ ചോദ്യങ്ങൾ അറിയാൻ പറ്റും. ഇവിടുത്തെ മിനറൽ വാട്ടറിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ എങ്ങനെയുള്ള വെള്ളങ്ങളാണ് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചും അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഈ മിനറൽ വാട്ടർ ശരിക്കും നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സോൾട്ടിന്റെ ലെവൽ അല്ലെങ്കിൽ ആ ലവണാംശം അതിനൊരു ലിമിറ്റ് ഉണ്ട്. WHO നിർദ്ദേശങ്ങളും അത് നമുക്ക് തന്നെ ടേസ്റ്റ് വെച്ച് അറിയാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ ജോയിൻ ചെയ്തത് ഹത്ത മിനറൽ വാട്ടറിന്റെ കമ്പനിയിലാണ്. അത് ഹത്ത ഒരു ശരിക്കും ഒരു മലയാളം ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് ഏകദേശം അന്ന് 96-ലെ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്, ടോട്ടൽ ലവണാംശം എന്ന് പറയുന്നത് ഏകദേശം 1000. കമ്പാരിറ്റീവ്ലി അത് കുറവാണ്. അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു 120 മില്ലിഗ്രാം പെർ ലിറ്റർ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് 120, 150 പല ബ്രാൻഡുകളാണ്. അപ്പൊ നമ്മൾ ആ വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ് ഡീസാലിനേഷൻ RO പ്ലാന്റ് എന്ന് പറയും, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ്. അതിലൂടെ കടത്തിവിട്ട് അതിന്റെ TDS കുറച്ച്, അതായത് സോൾട്ട് ലവണാംശം കുറച്ചൊരു ഇട്ടിട്ട് അതിനുശേഷം പിന്നീടാണ് മെയിനായിട്ടുള്ളത് ഡിസ്ഇൻഫെക്ഷൻ. സോൾട്ട് മാത്രമല്ല, ലവണാംശം മാത്രമല്ല, അതിന് നമ്മൾ കുടിവെള്ളം ആക്കുന്നതിന് അൺവിമുക്തമായിരിക്കണം. അപ്പോൾ അതിന് ഓസോൺ ട്രീറ്റ്മെന്റ് ആണ് ബോട്ടിലിംഗ് പ്ലാന്റ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഫിൽട്രേഷൻ സ്റ്റേജുകളുണ്ട്. ആദ്യം പോകുന്നത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ, അതിൽ നിന്ന് ആദ്യം പോകുന്നത് മൾട്ടിമീഡിയ ഫിൽറ്ററിലേക്കാണ്. അവിടുന്ന് അത് സ്റ്റോറേജ് ടാങ്കിലേക്ക് പോകുന്നു. പിന്നീട് അടുത്ത ടാങ്കിലേക്ക് പോയി അവിടുന്ന് വീണ്ടും മൈക്രോ ഫിൽട്രേഷൻ, പിന്നീട് കാർബൺ ഫിൽറ്റർ, മൈക്രോ ഫിൽറ്റർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓസോൺ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. പിന്നീട് ബോട്ടിലിംഗ് പ്രോസസ്. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാണ് ബോട്ടിലിംഗിലേക്ക് പോകുന്നത്. അപ്പം ഈ ബോട്ടിലിംഗ് പ്രോസസ്സ് ചെയ്തിട്ട് തന്നെ നമ്മൾ ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം. അപ്പം ഇവിടെ മുനിസിപ്പാലിറ്റി വളരെ കർശനമായിട്ട് സാമ്പിൾ എടുക്കുകയും ഡിഫറെന്റ് ലെവൽ ട്രീറ്റ്മെന്റിലെ ചെക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മൾ സാമ്പിൾ മുനിസിപ്പാലിറ്റിയുടെ ലബോറട്ടറി കൊടുത്ത് ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഒരു ബാക്ടീരിയ അല്ലെ 2 ബാക്ടീരിയ വന്നാൽ ഫൈൻ, അത് നല്ല പിഴയാണ് തോന്നുന്നത്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അത്രയും ഹൈലി ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കിട്ടുന്ന. ഞാൻ അവിടുന്നുള്ള ബേസ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തത്. പക്ഷെ നമുക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ബോറിൽ വെള്ളവും
കടൽ വെള്ളവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതെങ്ങനെയാണ് ഇതിന്റെ പരിപാടി? വ്യത്യാസമുണ്ട്. ഉണ്ട്. നല്ല വ്യത്യാസമുണ്ട്. കടൽ വെള്ളത്തിന്റെ TDS എന്ന് പറയുന്നത് 38,000 ആണ് നമ്മുടെ ഈ ഏരിയയിലുള്ളത്. മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ 38,000 ppm. 38,000 ppm എന്ന് പറഞ്ഞാൽ 38,000 milligram per liter. ഒരു ലിറ്റർ വെള്ളത്തിൽ 38,000 milligram, 38 gram സോൾട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ്, അതിനുകൊണ്ട് സീ വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റ് ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് പ്രഷർ വ്യത്യസ്തമായ ഒരു പമ്പുകളായിരിക്കും, മെഷീനറി ആയിരിക്കും. സാധാരണ പ്രഷർ പോരാ, 50 ബാർ പ്രഷറിലുള്ള പമ്പ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഡീസാലിനേഷൻ ചെയ്യുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന മെമ്പറേനിലൂടെ കടത്തിവിട്ടാണ് ആ സോൾട്ട് കുറയ്ക്കുന്നത്. അതേസമയം ഇവിടെ തന്നെ നമ്മുടെ UAE തന്നെ പല പ്രദേശങ്ങളിലും പലതാണ് TDS. അതിനനുസരിച്ചുള്ള അലൈൻ ഏരിയയിൽ അലൈന്, അബുദാബി, മറ്റുള്ള പല സ്ഥലത്ത്, അബുദാബി എന്ന് പറയുന്നില്ല, അലൈൻ ഇങ്ങോട്ടുള്ള പല സ്ഥലങ്ങളിലും TDS എന്ന് പറയുന്നത് 800, 1000 ഉള്ള സ്ഥലമുണ്ട്, 5000 ഉള്ളതുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ 10,000 TDS നമ്മൾ അപ്പം മെഷീനറി തന്നെ പല വിധത്തിലുണ്ട്. ടാപ്പ് വാട്ടർ ട്രീറ്റ് ചെയ്യാനുള്ള മെഷീനുണ്ട്. ലെസ് ദാൻ 2,000 എന്നുള്ള മെഷീൻ. അതിന് കോസ്റ്റ് കുറവായിരിക്കും, അതിന് ഉപയോഗിക്കുന്ന പ്രഷർ കുറവാണ്, പമ്പിന്റെ കപ്പാസിറ്റി കുറച്ച് മതി. ഇപ്പൊ അപ് ടു 2,000 ഉണ്ട്, അപ് ടു 5,000, അപ് ടു 10,000. ഹൈ ബ്രാക്കറ്റ്സ് അപ് ടു 20,000 ഹൈ ബ്രാക്കറ്റ്സ് ഡീസാലിനേഷൻ പ്ലാന്റ്, RO പ്ലാന്റ്. പിന്നീടുള്ളതാണ് സീ വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റ്. അപ്പോൾ സീ വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈ കോസ്റ്റിയാണ്. അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 30% റിക്കവറി ഉള്ളൂ. അപ്പം നമ്മൾ ഒരു 100 ക്യൂബിക് മീറ്റർ പെർ അവർ ഉള്ള ഒരു കപ്പാസിറ്റി ഒരു മെഷീൻ നമ്മൾ ആലോചിച്ച് നോക്കുക. അതിനകത്ത് 30 റിക്കവറി ഉള്ളൂ, 30% ഉള്ളൂ. അതേസമയത്ത് ഹൈ ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. 100 ലിറ്റർ വെള്ളം കടത്തിവിട്ടാൽ 50 പ്രൊഡക്ഷൻ ആയിരിക്കും, 50 റിജക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ റിജക്ഷൻ പറഞ്ഞാൽ ഈ സോൾട്ട് റിജക്ട് വാട്ടറിലേക്ക് പോവാണ്. ഏറ്റവും ഇതായിട്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ബോർവെൽ ഡെപ്ത്. നമ്മുടെ ഉമർകുയിൽ എന്ന് പറയുന്ന ഭാഗത്തെ ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 200 feet, 200-250 ഫീറ്റിനടുത്ത് കണ്ടിന്യൂസ് പമ്പ് ചെയ്യും. 24 hours പമ്പ് ചെയ്ത രീതിയിലാണ്. പ്രേക്ഷകരുടെ എന്താണ് പറയാനുള്ളത് വെള്ളത്തെ കുറിച്ച്? ഈ കുടിക്കുന്ന വെള്ളം നമ്മൾ എത്രമാത്രം അത് ചൂടാക്കി കുടിക്കണം, അതിൻ്റെ ബാക്ടീരിയ വല്ലതും ഉണ്ടോ, അങ്ങനെല്ലാം എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും വെള്ളം ചൂടാക്കി കുടിക്കുക, അല്ലെങ്കിൽ അതേപോലെയുള്ള ഫിൽട്രേഷൻ, ഇതുപോലെ ഇത്രയും ട്രീറ്റ്മെന്റ് കഴിയുന്നത് നമ്മൾ നോർമൽ ഫിൽട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും. നോർമൽ ഫിൽട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്. അതേസമയം തന്നെ അതിനകത്ത് ചില റിസ്ക് ഉണ്ട്. കാരണം ഈ ഫിൽറ്ററുകൾ തന്നെ ഒരു സോഴ്സ് ആകും. ഒരു ആഫ്റ്റർ 2-3 വീക്സ്, 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ഫിൽറ്ററിൽ തന്നെ കണ്ടാമിനൻസ് അടിഞ്ഞു കൂടിയിട്ട് ആ ഫിൽറ്റർ തന്നെ ഒരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല വെള്ളം വന്നാലും ഈ ഫിൽറ്ററിലൂടെ പോയിട്ട് അത് കണ്ടാമിനേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം പൈപ്പ് ലൈൻ ആയാലും അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു സ്ത്രീകളൊക്കെ സാധാരണ നമ്മൾ ഈ ടാപ്പ് വാട്ടർ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ വെള്ളം നല്ലതാണോ ദോഷമാണോ? ടാപ്പ് വാട്ടർ കുക്കിംഗ് ഒരു ദോഷമില്ല. നോർമലി പറയുന്നത് ഒരു ലെസ് ദാൻ 500 ppm ആയിരിക്കും സോൾട്ട്. സാധാരണ കുടിക്കുന്ന വെള്ളം ഉപ്പിന്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ കുക്കിങ്ങിന് പോസിബിൾ ആണെന്നാണ് പറയുന്നത്. കുക്കിങ്ങിന് പോസിബിൾ ആണ്. പക്ഷേ കുടിവെള്ളം ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയ ഫ്രീ ആയിരിക്കും. കോളിഫോം ബാക്ടീരിയ ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. നമ്മുടെ നദികളിൽ, നമ്മുടെ നാട്ടിലെ പുഴകളിലൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ ആണ്. ആൾക്കാർക്കൊരു ചില സ്ഥലങ്ങളിൽ നാട്ടിലാണെങ്കിൽ പലര് ഈ നദികളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തോടുകളിൽ നിന്ന്. തെറ്റായ ഒരു രീതിയാണ്. കാരണം എല്ലാ നദികളിലും ഇപ്പം ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. എല്ലാ വർഷവും നമ്മൾ കഴിക്കുന്ന പമ്പ ജലം ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ. കാരണം അത് ഒഴുകുന്നത് ഒരു സീസൺ ടൈമിൽ അവിടുത്തെ തീർത്ഥാടകര് അത് വളരെ മോശമായിട്ട് ഉപയോഗിച്ച് കോളിഫോം ബാക്ടീരിയ ഫീറ്റൽ കണ്ടാമിനേഷൻ അതിൽ കുളിക്കുന്നതോ അപകടമാണ്.
അപകടമാണ്. ഫീക്കൽ കണ്ടാമിനേഷൻ, അതായത് മനുഷ്യ വിസർജ്യത്തിനോട് ചേർന്ന് പോകും. നമ്മളതുകൊണ്ട് പറയാം കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ടോയ്ലറ്റിന്റെ ഔട്ട്ലെറ്റിന്റെ അതിന്റെ മൂന്നാമത്തെ ഒരു സ്റ്റേജിൽ അത് വെള്ളം പുറത്തേക്ക് പോകുന്ന ഒരിക്കലും കിണറുമായിട്ടുള്ള ഒരു കണക്ഷൻ വരാൻ പാടില്ല. ഫീക്കൽ നോർമലി ഉള്ള ബാക്ടീരിയ ഉണ്ട്, ടോട്ടൽ ബാക്ടീരിയ കൗണ്ട് പെർമിസിൽ ചെറിയ ലെവലിലാവും. പക്ഷേ പൊളിഫർ ബാക്ടീരിയ 100% സീറോ ആയിരിക്കും. ഓക്കെ, മനസ്സിലായി. അങ്ങനെ ആവുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ വേറൊരു ചോദ്യം വരുന്നു. ഈ സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കുമ്പോൾ അവിടുത്തെ പ്രിപ്പറേഷൻ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പോയി കുളിക്കും, ചിലർക്ക് ചൊറിയുന്നുണ്ട്, സ്വിമ്മിംഗ് പൂളിന്റെ ഒരു അതിന്റെ ട്രീറ്റ്മെന്റും സ്വിമ്മിംഗ് പൂളിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 milligram per liter ക്ലോറിൻ അവൈലബിൾ ആയിരിക്കും. സ്വിമ്മിംഗ് പൂളിൽ ഫ്രീ ക്ലോറിൻ അവൈലബിൾ ആയിരിക്കും. അതായത് ഒരാൾ വന്ന് കുളിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ സ്വിമ്മിംഗ് പൂളിലേക്ക് ചെന്നാലും സ്വിമ്മിംഗ് പൂളിന്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിലുള്ള ആ ക്ലോറിൻ അതിനെ ഡിസിൻഫെക്ട് ചെയ്യുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ എക്സ്പോഷറാണ് സൺലൈറ്റ് എക്സ്പോഷർ. ഒരു 2 ദിവസം നമ്മളൊരു വെള്ളം ഒരു ടാങ്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കളറാവും. അതിന് പായൽ പിടിക്കുക. ഏറ്റവും കൂടുതൽ ഹോട്ടലുകളിലായാലും പ്രൈവറ്റ് പൂളുകളിലായാലും ശരി, എപ്പോഴും ഫിൽട്രേഷന്റെ കൂടെ ഈ ക്ലോറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. 2-3 ദിവസം ക്ലോറിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്യും. നമ്മൾ അമ്പലക്കുളമൊക്കെ ഉണ്ട്, നാട്ടിലെ അമ്പലക്കുളം, അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എപ്പോഴും പെട്ടെന്ന് തന്നെ അത് ഇതുകൊണ്ടാണ് ഈ ആൽഗെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഒന്നും വേണ്ട, നമ്മൾ ബോട്ടിലെടുത്ത് എടുത്ത് വെച്ച് 2 ദിവസം ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഗ്രീൻ കളർ ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ എപ്പോഴും ക്ലോറിന്റെ ഒരു ഉണ്ടാവും. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എൻ്റെ വീട്ടിലൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, ചെറിയ ലെവലിലുള്ള. അത് ചിലപ്പോഴൊക്കെ കാണാം അതിന് ഒരു ഗ്രീൻ കളറും. അതെങ്ങനെയാണ് അതിനെ കുറിച്ച്, അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക? ടാങ്കിന്റെ പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്. ഓക്കെ, ഫിഷ് ടാങ്കുകൾ എല്ലാവരും വളരെ സൂക്ഷിച്ച് വെയിലടിക്കാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ റൂമിനകത്താണെങ്കിൽ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ലൈറ്റിന്റെ എന്തെങ്കിലും ഫിഷ് ടാങ്കിന് മേളിൽ ലൈറ്റ് എപ്പോഴും ഇടാൻ പാടില്ല. ആൾക്കെ ഏതെങ്കിലും തരത്തിൽ ഡെവലപ്പ് ചെയ്താൽ ലൈറ്റിന്റെ ഇത് അത് അപ്പം അതിലേക്ക് ഉണ്ടാകുന്നത് ലൈറ്റ് വഴിയാണ്. നല്ലൊരു ഇൻഫർമേഷൻ. ഞങ്ങളിവിടെ വലിയ 2 അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ അക്വേറിയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അക്വേറിയം എപ്പോഴും ഉച്ചയ്ക്ക് ശേഷം നല്ലതുപോലെ വെയിൽ ആ അക്വേറിയത്തിലേക്ക് പഠിക്കും. അതിന്റെ ഗ്ലാസ്സിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്കാണ് ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങൾ പിന്നീട് അവിടെ കട്ടനിട്ട് അത് ആ ഏരിയ അടച്ചു. സൺലൈറ്റിന്റെ ഒരു എക്സ്പോഷർ, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് ക്ലോറിൻ കുറയുന്നത്, അല്ലെങ്കിൽ ഇൻഡോർ പൂളുണ്ട്. ഇൻഡോർ പൂളിൽ ക്ലോറിൻ ഉണ്ടാവും, പൂൾ ഉപയോഗിക്കുന്നത് ബ്രോമിൻ ടാബ്ലറ്റ്സ് ആണ്. അപ്പം കാരണം ഈ ഇൻഡോർ പൂളിലെ ക്ലോറിന്റെ സ്മെല്ല് അവിടെ ഉപയോഗിക്കുന്നവർക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ ഇതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, നമ്മുടെ നഗരത്തിൽ എത്ര സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇപ്പം? ഞങ്ങള് 7 സ്വിമ്മിംഗ് പൂളാണ്. 7 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. 7 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഈ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എത്ര ഉണ്ട് ഇവിടെ? വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഏകദേശം 12 പ്ലാന്റ് ഉണ്ട്. അതെ. ഓക്കെ. അപ്പം നല്ല ഇൻഫർമേഷൻസ് ഇതിനകത്ത്. പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ ഡീസാലിനേഷൻ പ്ലാന്റ് ആണ് ഇത്. ഏകദേശം 800,000 gallon per day പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ആൻഡ് ഇറിഗേഷൻ. ഓക്കെ, ഇതാണ് അഗ്രികൾച്ചറിലേക്ക് പോകുന്നത്. പിന്നെ ഓക്കെ, ഇതിനിടയ്ക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അടുത്തത്, ഇപ്പൊ നമ്മൾ ഗൾഫിൽ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം സംസാരിച്ചിരിക്കുന്നത്. ഈ ഗൾഫിലെ മണ്ണ്, നോർമൽ മണ്ണ്, ഞാൻ കേട്ടിരിക്കുന്നത് ഉപ്പ് രസമുള്ള മണ്ണാണ്. അപ്പൊ ഇവിടെ ഈ ഞാൻ കണ്ട പ്ലാന്റേഷൻ മൊത്തം ഇവിടെ ചെയ്തിരിക്കുന്ന മൊത്തം മരുഭൂമിയിലാണ് കൃഷികൾ മൊത്തം. എല്ലാ കൃഷികളും നമ്മുടെ ഇടയിലുണ്ട്, ഞാൻ കണ്ടു. അപ്പം അതെങ്ങനെയാണ് ഒരു പുതിയ ഒരു വീട്ടിലിരിക്കുന്ന ഒരു അമ്മ ഭൂമി മണ്ണ് എടുത്തിട്ട് കൃഷി ഇവിടെ മരുഭൂമി എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും? ആ മണ്ണിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഓക്കെ, ഇവിടുത്തെ കാലാവസ്ഥ വളരെ ചൂടുള്ളതാണെന്ന് പറയുന്നു. ഓക്കെ, ഏപ്രിൽ കഴിയുന്നതോടുകൂടി നല്ല ഒരു ഹോട്ട് ക്ലൈമറ്റ് ആണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്.
സെപ്റ്റംബറിന് ശേഷം പിന്നീട് ഒരു ഏപ്രിൽ വരെ അടുത്ത ഒരു സീസൺ എന്ന് പറയുന്നത് തണുപ്പും മഴയും മഞ്ഞും ഒക്കെ വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഓക്കെ. അപ്പം നാട്ടിലേക്കാളും കൂടുതൽ ഫാർമേഴ്സ് ഇവിടെ ആവുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ നാഷണാലിറ്റീസ് വളരെയധികം ആൾക്കാർ കുക്കുംബർ, ടൊമാറ്റോ, കാപ്സിക്കം അവരുടെ ഒരു താല്പര്യം ഇവിടെ വെജിറ്റബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു വലിയ ഗ്രീൻ ഹൗസ് സെറ്റപ്പ് ഇല്ലാതെ തന്നെ അത് ഓപ്പൺ ആയിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് വേണം. ഓക്കെ. ആ മണ്ണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മണ്ണിന്റെ പ്രത്യേകത ഇവിടുത്തെ മണ്ണ് രണ്ട് രീതിയിലുള്ളത്. ഒന്ന് ഈ നമ്മളുടെ ഈ ഏരിയയിലുള്ള മണ്ണ് പാറക്കെട്ടുള്ള സ്ഥലമല്ല. അപ്പം അതിനകത്ത് കാൽസ്യത്തിന്റെ അളവ് കുറച്ച് കുറവായിരിക്കും. വെള്ളത്തിലും അങ്ങനെ തന്നെയാണ്, ഹാർഡ്നെസ് കുറവ്. ഇതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു വീട്ടമ്മനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കൃഷി ചെയ്യണം, പക്ഷെ നമ്പൂതിരോട് ചോദിച്ചിട്ടേ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ചോദ്യം ചോദിക്കുക. ആ അമ്മയ്ക്ക് വേണ്ടി ഒരു 2 വാക്ക് പറയണം. എങ്ങനെ പ്ലാന്റേഷൻ ചെയ്താൽ ആ മണ്ണിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താൽ ഒരു കൃഷി അവരുടെ ബാൽക്കണിയിൽ അല്ലെങ്കിൽ ഒരു വില്ലേജാണെങ്കിൽ ആ വില്ലയുടെ സൈഡിൽ അല്ലെങ്കിൽ എങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പോഴത്തെ സഹോദരിമാർക്കൊക്കെ എനിക്ക് തോന്നുന്നു കൊച്ചു കൊച്ചു ചെടികളൊക്കെ കാണുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആണ്. അവർക്കുള്ള പ്രിമിസസിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് നമ്പൂരിൽ നിന്ന് കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ഞങ്ങളിവിടെ മെയിനായിട്ട് ഇറിഗേഷൻ ചെയ്യുന്നത് ഈന്തപ്പനകൾക്ക്, പിന്നീട് ഈ പറഞ്ഞ എല്ലാ പച്ചക്കറി എന്ന് പറഞ്ഞാൽ സവാളകളുണ്ട്, എല്ലാത്തിനും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ ഫ്രൂട്ട്സുകളുണ്ട്, പൈപ്പ് ലൈൻസ് കൊടുക്കുന്നുണ്ട്, കൃത്യമായ മെയിൻ്റനൻസ് ഉണ്ട്, നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗിരിപ്പുല്ലാണ്. വലിയൊരു ഏരിയയിൽ 5-6 സ്ഥലത്ത് സക്സസ് ആയിട്ട് ഏകദേശം 1.5-2 മീറ്റർ ഉയരത്തിൽ അത് എന്തിനും കൊടുക്കാൻ വേണ്ടിയുള്ള ഞാൻ ചോദിച്ചത് ഒരു വീട്ടമ്മ ബാൽക്കണി അല്ലെങ്കിൽ ഉള്ള വീട്ടമ്മയ്ക്ക് എങ്ങനെ ചെടി നടാൻ പറ്റും? മണ്ണിന്റെ ഈർപ്പം എന്തോ ഒരു മണ്ണിന്റെ പേര് പറഞ്ഞു മനസ്സിലായി. ഞങ്ങൾ പറയുന്നത് സബ്ക്കാണ്, ചെളി മണ്ണായിട്ടുള്ള മണ്ണുണ്ട് ഇവിടെ. ചെളി മണ്ണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തത് ഞങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വലിയ വണ്ടിയിൽ ഷവൽ ഉപയോഗിച്ച് ആ മണ്ണ് എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് ഇതിന് മേലിലൊരു 30 സെന്റിമീറ്ററിൽ ഈ മണ്ണ് ലേ ചെയ്യും. കാരണം ഈ മണ്ണ് വെള്ളം ഒരുപാട് മണ്ണ് സാധാരണ പച്ചക്കറിക്ക് അത്ര ആവശ്യമില്ല. ഇത് വലിയ ഈ മണ്ണ് കുറച്ച് ഈർപ്പം, കുറച്ച് ജലാംശം പിടിച്ചു നിർത്താൻ പറ്റിയ മണ്ണായിരിക്കും. അല്ലെങ്കിൽ പൂഴി മണ്ണ് പോലുള്ള മണ്ണാണെങ്കിൽ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ വെള്ളം താഴോട്ട് പോവുകയും ആ ഫെർട്ടിലൈസർ നമ്മൾ എന്ത് കൊടുത്താലും അത് ആ വേരിന്റെ സമീപം കാണത്തില്ല. ആ ഫെർട്ടിലൈസറോ മണ്ണാണ് മെയിൻ. മണ്ണ് നന്നായി എല്ലാ ഏരിയയിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയിലും നല്ല മണ്ണാണ്. ഞാൻ ചോദിക്കുന്നത് ഈ മണ്ണിനോടുകൂടെ വേറെ എന്തെങ്കിലും നമ്മൾ ചേർക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് പറഞ്ഞത് തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മുടെ വീട്ടിൽ അകത്തുള്ള വേസ്റ്റ് അതൊക്കെ നല്ലതാണ്. മണ്ണിന്റെ സ്ട്രക്ചർ തന്നെ മാറും. കിച്ചണിൽ നിന്നുള്ള എന്ത് സാധനം നമുക്ക് കിച്ചണിൽ നിന്നുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചെറിയൊരു ഇതാക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതില്ലേ നമ്മള് ചായ അരിച്ചിട്ടുള്ള ആ മണ്ണിന്റെ സ്ട്രക്ചർ ഒന്ന് മാറുമ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു വെജിറ്റബിളിന്റെ ഗ്രോത്തിന്, അതിന്റെ ആ പ്ലാന്റിന്റെ ഗ്രോത്തിന് വളരെയധികം സഹായം ചെയ്യും. വളരെ കുറച്ച് ഫെർട്ടിലൈസർ മതി. ഏറ്റവും വേണ്ടത് താല്പര്യമാണ്. ഇവിടെ സീഡ്സ്, വെജിറ്റബിൾസിന്റെ എല്ലാ സീഡ്സും അവൈലബിൾ ആണ്. നിസ്സാരമായിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ബംഗാളി സഹോദരങ്ങൾ പാവയ്ക്ക, പടവലങ്ങ ഞാൻ കണ്ടു. ഇവിടുത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു സീസണിലൊക്കെ ഞങ്ങൾ ഒരു 4-5 മാസം ഞങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറി ഒന്നും വാങ്ങിക്കാറില്ല. അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അത്രയും പ്രൊഡക്ഷനാണ്, അത്രയും ഫെർട്ടൈലാണ്. ഇതാണ്. പിന്നെ വെള്ളമുണ്ട്, വെള്ളം ധാരാളമുണ്ട്. നമുക്ക് മുമ്പ് പറഞ്ഞത് നാട്ടിൽ അത്രയും പോലും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. മഴ പെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കടകളിൽ ഈ ചാക്കില് 10-20 ഗ്രാംസിനൊക്കെ കൊടുക്കുന്ന ഒരു കറുത്ത ചകിരി പോലെ എന്തൊരു സാധനം
അത് വെച്ചിട്ട് ചെടി നടാൻ പറ്റുമോ? പറ്റും. ഏ? ഓൾസോ ഇവിടെ അത് മാത്രമായിട്ട് വെച്ചോണ്ട് ചെടി നടാം. ഇവിടെ ഒരു ട്രേയില് ഇവിടെ മുട്ടയുടെ ട്രേ പോലുള്ള വലിയ ട്രേ ഉണ്ട്. ആ. അതിൽ ഈ പോട്ട് സോയിൽ നിരത്തിയിട്ട് അതിലാണ് ഇട്ട് ക്ലിപ്പിക്കുന്നത്. ഓഹോ. ഇതെല്ലാം ഞങ്ങളെല്ലാം ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പ്ലാന്റേഷൻ ആരംഭിക്കേണ്ടത്? മെയിനായിട്ട് ഡയറക്റ്റ് ചട്ടിയിൽ ഇടുവാണോ അതോ ചെറിയ ചട്ടിയിലിട്ടാൽ അതിന്റെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും, നല്ല റിസൾട്ട് ആയിരിക്കും. ഓക്കെ. അത് 22 ഗ്രാംസ് ഉണ്ട്. നല്ല ബ്രാൻഡുകൾ 25 കിലോ 30 കിലോ ഓക്കെ ലിറ്ററിനായെന്ന് പറയും. വലിയ ബാഗുകളിൽ കിട്ടും. അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതുപോലെ ശേഷം നടാൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഞങ്ങൾ ഇത്രയും വലിയ ഏരിയയിൽ വലിയ ഏരിയയാണല്ലോ. എത്ര ഏക്കറുണ്ട്? സൂപ്പർ മുംബാസ് ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള ഒരു ഫാമാണ്. ഏകദേശം 1 കിലോമീറ്ററോളം വീതിയുണ്ട്. 7000-ഓളം സ്റ്റാഫുകളും അതുപോലെ ഉണ്ട്. സ്റ്റാഫ് 50-55 പേരുണ്ട്. ജോലിക്കാർ ഡെയിലിയുള്ള ഒരു അതിന് മാനേജറാണ്. ഇതൊക്കെ ആടിന് കൊടുക്കുന്നതാണ്. അതെ പുല്ലുകളെല്ലാം അതെ അതെ. ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കും? ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5-2 വർഷത്തോളം കട്ട് ചെയ്ത് ഇട്ടുന്നു. അതേ ഫാസ്റ്റായിട്ട് വളരും. ചൂട് സമയത്ത് നല്ല രീതിയിലാണ്. ഓക്കെ, വെരി ഗുഡ്. അത് മുംബാസ് ആയാലും ആൽഫ ആയാലും, ഇതിൻ്റെ പേര് ആൽഫ ആണ്. ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ചൂട് സമയത്ത്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങ ഇല കാണാൻ വയ്യാത്ത രീതിയിലാണ്. ഇവിടെ മുരിങ്ങ അതുപോലെ ഉണ്ട്, ഞാൻ കണ്ടു. മുരിങ്ങ ഉണ്ടാകുന്നുണ്ട്. കാരണം മുരിങ്ങ ചൂടാണ്. വെയിൽ ഉള്ള സ്ഥലങ്ങളിലാണ് മുരിങ്ങ ധാരാളം മുരിങ്ങ. അതിനെന്തോ വെള്ളമാണ് ഏറ്റവും കൂടുതൽ. വെള്ളത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വെയിൽ അടിക്കുന്നു നല്ല രീതിയിൽ. മുരിങ്ങ നല്ല ഇവിടെ ഉണ്ടല്ലോ ഏകദേശം 60-70 വാങ്ങിക്കാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആണ് മാർക്കറ്റിൽ. ലുലുവിലും എല്ലാം കിലോയ്ക്ക് 10 ദിറംസ് 12 ദിറംസ്. ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വളരെ കംഫർട്ടബിളാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന നെൽപ്പാടത്ത് നിൽക്കുന്ന പോലെ ഫീലാണ്. കേരളത്തിൽ നമ്മൾ വന്നിട്ട് ആ നെൽപ്പാടമല്ലേ നിൽക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഫീൽ നമുക്ക് തോന്നുന്നു അല്ലേ? ഇത്രയും നേരം ഞങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഫാമിൻ്റെ കാര്യമാണെങ്കിലും വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണെങ്കിലും പറഞ്ഞു തന്ന നമുക്കൊരു സാറിന് നന്ദി പറയുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു.